Do you love me, Matthew? I do. Honestly? Yes. Secretly, but honestly. No more secrets. Here I am, making up for love. Here I അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവരും പൊളിയായിട്ടിരിക്കുന്നതായിരിക്കും അല്ലേ? ക്രിസ്മസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളെ തിങ്കളാഴ്ച ക്രിസ്മസ് ആണ്. എല്ലാവരും ക്രിസ്മസിനോടുള്ള ഒരുക്കങ്ങളും ക്രിസ്മസിനോടുള്ള തിരക്കുകളൊക്കെ ആയിരിക്കും അല്ലേ? സോ ഹാപ്പി ആയിട്ടിരിക്കുന്നത് വിശ്വസിക്കണം. ഞങ്ങളും ഇവിടെ ക്രിസ്മസിൻ്റെ ചെറിയ ചെറിയ ആഘോഷങ്ങളിലൊക്കെയാണ്. പക്ഷേ ക്രിസ്മസിൻ്റെ വർക്കുള്ള ദിവസമാണ് ആക്ച്വലി. ക്രിസ്മസിന് ഞാൻ ഫ്രീ അല്ല. സോ ക്രിസ്മസിൻ്റെ ദിവസം ഞങ്ങൾക്ക് വർക്കാണ്. പ്രത്യേകിച്ച് ഇവിടെ അങ്ങനെ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒന്നും ഒത്തിരി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല. ക്രിസ്മസിൻ്റെ ദിവസം നമ്മൾ ജോലിയിലായതുകൊണ്ട് പുറത്ത് പോകാനോ അങ്ങനെയൊന്നും പറ്റത്തുമില്ല. സോ അങ്ങനെയാണ് ഇവിടുത്തെ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. നമ്മളിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, വന്നിട്ട് ഇപ്പോൾ 2 മാസം ആയതേ ഉള്ളൂ. അപ്പം കൂട്ടുകാരും ഒക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പം നമുക്കൊരു ഒന്ന് പുറത്ത് പോകാനോ അങ്ങനെയൊന്നും ഒരു അവസരമില്ല. പക്ഷേ 25, 26 വർക്കാണ്. 27, 28, 29 3 ദിവസം ലീവുണ്ട്. പിന്നെ നമുക്ക് വീണ്ടും 30ലേക്ക് തിരിച്ച് ജോലിക്ക് കയറുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമുക്ക് ക്രിസ്മസിന് പള്ളിയിൽ പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. പക്ഷെ അതുകൊണ്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് പള്ളിയിൽ പോകണം. അതുപോലെ തന്നെ 28, 29 ഒക്കെ പള്ളിയിൽ പോകാൻ പറ്റും. സോ അങ്ങനെ ഒരു സിസ്റ്റമാണ് ഇവിടെ. ഇപ്പം നമുക്കിപ്പം ജോലിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ക്രിസ്മസിൻ്റെ കറക്റ്റ് ദിവസം നമുക്ക് പള്ളിയിൽ പോകാൻ സാധിച്ചെന്ന് വരത്തില്ല. പക്ഷേ നൈറ്റിൽ കുർബാന ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കണം. പക്ഷെ നമ്മുടെ അവിടുത്തെ കുർബാനയുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുന്ന ഒരു അവസരങ്ങളും പാഴാക്കാതെ തന്നെ കുർബാനയ്ക്കും കാര്യങ്ങൾക്കും പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് ദിവസം രാവിലെ ഒരു ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ ബിസിനസ്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. സോ ഇപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ നമുക്ക് പള്ളിയിൽ പോവാം. പള്ളിയിൽ പോയിട്ട് പള്ളിയിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് കുറച്ചും കൂടെ ഞാനൊന്ന് കാണിക്കാം. ഒരു വീഡിയോ ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. പള്ളിയുടെ ഞങ്ങളുടെ പള്ളിയുടെ സ്ഥലങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ഒന്നുകൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പള്ളിയുടെ കാര്യങ്ങൾ കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആയിരിക്കട്ടെ. എല്ലാവരും ഫാമിലിയുടെ ഒക്കെ കൂടി ഇരുന്ന് ക്രിസ്മസ് ഒക്കെ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക. പുൽക്കൂടും കെട്ടി അതുപോലെ തന്നെ ലൈറ്റുകളൊക്കെ ഇട്ട് അടിപൊളിയാക്കുക. സോ പ്രത്യേകിച്ച് ഞാൻ നാട്ടിലിരിക്കുന്ന സമയത്ത് എപ്പോഴും ഫാമിലിയുടെ കൂടെ തന്നെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. അതുപോലെ ഭയങ്കര ലാവിഷായിട്ടാണ് ഞങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കാറ്. അലങ്കാരപ്പണികളും ക്രിസ്മസ് പുൽക്കൂടും ഭക്ഷണവും സ്വന്തക്കാർ വരുന്നതും ഒക്കെ എല്ലാം ഭയങ്കര ഒരു ഗ്രാൻഡായിട്ട് ഞാൻ എപ്പോഴും ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. വീട്ടിൽ ഞാനുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഓളാണ് ക്രിസ്മസിന്. ഞാൻ എൻ്റെ ഡെക്കറേഷൻസും പുൽക്കൂടൊക്കെ നേരത്തെ തുടങ്ങി എല്ലാ കാര്യങ്ങളും നേരത്തെ തുടങ്ങാറുണ്ട്. പിന്നെ നൈറ്റിൽ പള്ളിയിൽ പോകുന്നത് ഒക്കെ ഒരു പ്രത്യേക നൊസ്റ്റാൾജി തരുന്നൊരു കാര്യമാണ് ഈ ഒരു ക്രിസ്മസിൻ്റെ സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നിപ്പം ഫാമിലിയിൽ നിന്നൊക്കെ വിട്ടകന്ന് നിൽക്കുമ്പോൾ കുറേ വിഷമമുണ്ട്. ആക്ച്വലി പേരൻസിൻ്റെ കൂടെ ഇല്ലാതിരിക്കുക എന്നുള്ളത് വലിയൊരു ഇതാണല്ലേ. വീട്ടിലെ അച്ഛനും അമ്മയും മാത്രം, അതുപോലെ ചേച്ചിയും കൂടെ ഉള്ളൂ, പിന്നെ വേറെ ആരും ഇല്ല. അപ്പോൾ അവരിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു വിഷമവും ഒക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നമ്മളുടെ സാഹചര്യങ്ങളും നമ്മളുടെ ജോലിയും ഒക്കെ നമ്മൾക്ക് നോക്കേണ്ടതായിട്ടുണ്ട്, ഫ്യൂച്ചറൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഒരു വിഷമമാണ്. പക്ഷേ എങ്കിൽ കൂടിയും വി ഹാവ് ടു അഡ്ജസ്റ്റ്. ദെയർ ഇസ് നോ അതർ ചോയ്സ് അല്ലേ. അപ്പം പ്രത്യേകിച്ച് ഒരു ചോയ്സ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ലൈഫ് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. ഈശോ പിറക്കുന്ന ഈ ഒരു സമയമാകുമ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ പള്ളിപ്പോക്കും ഒക്കെ ഒരു വലിയൊരു അനുഗ്രഹം തരുന്നൊരു കാര്യമാണ് അല്ലേ. ഈ ഒരു ക്രിസ്മസിൻ്റെ ഒരു അവസരത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസ്മസ് ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പിന്നെ എല്ലാ രീതിയിലും ക്രിസ്മസ് ഒരു വലിയ ആഘോഷമാക്കി മാറ്റുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ബഹുമാനിച്ച് ക്രിസ്മസിൻ്റെ അല്ലെങ്കിൽ ഉണ്ണീശോയുടെ സന്തോഷം എല്ലാവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം അല്ലേ. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഒരു ഇയർ എൻഡിങ്ങും കൂടിയാണല്ലേ. നമ്മുടെ ഒരു വർഷം അവസാനിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം നമുക്ക് ഈ ഒരു വർഷം നമുക്ക് ദൈവം അനുഗ്രഹിച്ച എല്ലാ നന്മകൾക്കും വേണ്ടിയിട്ട് നമുക്ക് ഈശോൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാം. അപ്പോൾ ഉണ്ണീശോ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഈശോയുടെ അടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ ഉണ്ണീശോനെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക്
പുതിയൊരു ലൈഫിലേക്ക് കയറാം, പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് കയറാം അല്ലേ. സോ ഒത്തിരി പേര് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഫാമിലിയെ വിട്ടു നിൽക്കുന്നവരുണ്ടല്ലേ. നമ്മൾ ക്രിസ്മസ് ആയിട്ടും ഫാമിലിയിൽ വിട്ടു നിൽക്കുന്നവർ, ഫാമിലിയുടെ കൂടെ കൂടാൻ പറ്റാത്തവർ ഒത്തിരി പേരുണ്ട്. എല്ലാവർക്കും വിഷമവും സങ്കടമൊക്കെ ആയിരിക്കും അല്ലേ നമ്മൾ ഫാമിലിയിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ. അപ്പം ആ ഒരു അവസ്ഥയിലും യേശുവിൻ്റെ ജനനവും അതുപോലെ തന്നെ അതിൻ്റെ വലിയ ആഘോഷങ്ങളിലും നന്നായിട്ട് പങ്കുകൊള്ളാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പം ഞങ്ങളുടെ ജോസൂട്ടനുണ്ടായിട്ട് വീട്ടിലെ എൻ്റെ പെങ്ങളുടെ കുട്ടി ഉണ്ടായിട്ട് ക്രിസ്മസ് വരുന്ന 2ാമത്തെ പ്രാവശ്യമാണ്. അപ്പം അത് വലിയൊരു കാര്യമാണല്ലേ. അവനുണ്ടായിട്ട് അവൻ്റെ ക്രിസ്മസ് കൂടാൻ പറ്റിയില്ല. എപ്പോഴും കൊച്ചിൻ്റെ കൂടെ കൂടി ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മൾ ജോലി പാട്ടിട്ട് നമ്മൾ വേറൊരു കൺട്രിയിലായിരിക്കുമ്പോൾ അതൊന്നും നടക്കത്തില്ലല്ലോ. അവനൊത്തിരി മിസ് ചെയ്യുന്നു. പക്ഷെ എന്നാലും നമ്മുടെ ഇതൊക്കെയാണ് ലൈഫിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ്. നമുക്ക് വേറെ ഒന്നും ഇല്ലല്ലോ. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുകയാണ്. അപ്പം രാവിലെ പള്ളിയിൽ പോകാൻ ഒരുക്കത്തിലാണ്. അപ്പം നമുക്ക് പള്ളിയിൽ പോകാം. ഓക്കെ, അപ്പോൾ പള്ളിയിൽ പോകാനുള്ള ഒരുക്കത്തിലാണ്. കുർബാനയൊക്കെ കൂടാൻ വേണ്ടിയിട്ട് പോവാണ്. രാവിലെ നല്ല തണുപ്പുണ്ട്. ഞാൻ ഗ്ലൗസൊക്കെ എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ലൊരു മോർണിംഗ് ആണ്. കണ്ടോ, ഞാൻ അടിപൊളിയല്ലേ, നല്ല അടിപൊളി നല്ല കാലാവസ്ഥയാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. Do you love me, Matthew? I do. Honestly? Yes. Secretly, but honestly. No more secrets.